നൂഡിൽസിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൊറിയൻ നൂഡിൽസ് ആണ്. ബുൾട്ടാക്കിൻ്റെ സ്പൈസി ക്രീമി ചിക്കൻ നൂഡിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടാണ്, വേറെ ഒരു ഐറ്റംസും കൂടുതലൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ കഴിക്കാൻ തോന്നിയത്. അപ്പോൾ ഇതുവരെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതേ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അതിലെന്തൊക്കെയാണുള്ളത് അതിപ്പോൾ ആദ്യം എടുത്തിടും. ഇതൊക്കെ ഒരു സോസാണ് കേട്ടോ, ഇതൊക്കെ ലാസ്റ്റാണ് ശരിക്കും ഒഴിക്കേണ്ടത്. പക്ഷെ എനിക്ക് കുറച്ച് ധൃതി കൂടിയോണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം കൂടി ഇടും. വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം ഈ ഒരു പിങ്ക് കവറിൽ വരുന്ന ഈ ഒരു നൂഡിൽസ് ട്രൈ ചെയ്യുന്നത്. അന്നത് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ അങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കും. നല്ലൊരു ക്രീമി സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. അധികം അങ്ങനെ ഉപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങനെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആയിക്കോളും. പക്ഷെ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാണ്. കുറച്ച് വെള്ളം കൂടി പോയിട്ടോ, ഇനി നന്നായിട്ട് വറ്റി വരണം, എന്നാലാണ് നല്ല ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ. ബുൾട്ടാക്കിൻ്റെ വേറെയും ഫ്ലേവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് കവറിലുള്ളത് വാങ്ങിച്ചാലാണ് ഈ ഐറ്റം കിട്ടുക. അപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആ ഒരു ജ്യൂസി സംഭവം ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പ് എനിക്ക് ഈ ഒരു മാഗിയുടെ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അതേ നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അതിൽ കിടന്ന നേരത്തെ ക്യാമറയിൽ പുകയൊക്കെ പിടിച്ചു. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് വെച്ചെങ്കിൽ അത് കഴിക്കാതുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി, എന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഇന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൂടെ ഒരു സോസ് ഉണ്ടായില്ലോ, അത് ഈ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കേണ്ടത്. പക്ഷേ ഞാനതൊക്കെ മുൻപേ എടുത്ത് ഒഴിച്ചു. പിന്നെ ഇതിൽ വേറെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്യാരറ്റോ അങ്ങനെയൊന്നും ഇട്ട് അലമ്പാക്കരുത്. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി നൂഡിൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കുറേശ്ശൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാം. സൺഡേ ആയിട്ട് ഈവനിങ്ങിലെ ഒരു വിശേഷമാണ് കേട്ടോ ഇന്ന് കാണിച്ചത്. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതേപോലെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ പിങ്ക് കളറിൽ വരുന്നത്. വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബൈ ഡിയേഴ്സ്.